ഹായ് ഡിയേഴ്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. 6 മാർക്കിന് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റവന്യൂ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് പ്രീമിയമായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം പ്രീമിയം റിസീവ്ഡ് 60 ലക്ഷമാണ്. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് തന്നിട്ടുണ്ട്. ദെൻ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് തന്നിട്ടുണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് മറ്റൊരു ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മറ്റൊരു ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ട് എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട പ്രീമിയത്തിൻ്റെ എമൗണ്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, പ്രീമിയം എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ്. ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സോഴ്സ് ഓഫ് ഇൻകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രീമിയം കണക്കാക്കുന്നത്. ഈ പ്രീമിയം എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഓർത്ത് വെക്കാം. അപ്പോൾ എത്ര എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 31 മാർച്ച് 2015 പ്രിപ്പയർ ചെയ്യുന്ന റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സീഡഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ലെസ് ചെയ്തോളാം. ആക്ച്വൽ പ്രീമിയത്തിൽ നിന്നും സീഡഡ് എന്ന് പറയുന്നത് ലെസ് ചെയ്യുകയും ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുകയും ചെയ്യാം. ആക്സെപ്റ്റഡ് ആഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. സീഡഡ് ലെസ് ആണ്. പിന്നീട് എന്താ നോക്കുന്നത്, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 1/4/2014 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തൊട്ട് മുന്നേയുള്ള വർഷത്തതായിരിക്കും. ഒരു വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ പ്രീമിയം കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അത് ആ വർഷത്തതല്ല, തൊട്ട് മുന്നേയുള്ള വർഷത്തതായിരിക്കും. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 മാർച്ച് 2015 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31 മാർച്ച് 2015 റവന്യൂ അക്കൗണ്ടാണ്. ആ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ വർഷം 31 മാർച്ച് 2015 നോക്കുന്ന സമയത്ത്, ആ വർഷത്തിൻ്റെ ഏറ്റവും അവസാന ദിവസം നോക്കുന്ന സമയത്ത് ആ വർഷം ഇനിയും പ്രീമിയം കിട്ടാനുണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇനിയും പ്രീമിയം കിട്ടാനുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 31/3/2015 കിട്ടേണ്ട പ്രീമിയം ഈ വർഷത്തെ പ്രീമിയം ആയിരിക്കും. അത് നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1/4/2014 അഡ്വാൻസ് ആയിട്ട് പ്രീമിയം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓപ്പൺ ചെയ്യുന്ന ദിവസം തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വർഷത്തതാണ്. ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 മാർച്ച് 2015 നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് പ്രീമിയം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ വർഷത്തതായിരിക്കില്ല, അടുത്ത വർഷത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ അടുത്ത വർഷത്തെ പ്രീമിയം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലെസ് ചെയ്തിരിക്കണം. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ആഡും ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മളിതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യം ഞാൻ തൊട്ട് താഴെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്തെഴുതുന്നു, പ്രീമിയം റിസീവ്ഡ് 60 ലക്ഷം രൂപയാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. എപ്പോഴും ആക്സെപ്റ്റഡ് എന്ത് ചെയ്തോളൂ, ആഡ് ചെയ്യണം. ദെൻ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്, ആ വർഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തിൻ്റെ അവസാനത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ അത് ആഡ് ചെയ്യേണ്ടതാണ്. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ആ വർഷത്തേതാണ്. അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് എമൗണ്ട് ആയിട്ട് എഴുതിയായിട്ട് നിങ്ങൾക്ക് കാണാം 6,30,000. അങ്ങനെ മൊത്തം പ്രീമിയം റിസീവ്ഡിൻ്റെ കൂടെ 60 ലക്ഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 66,30,000 കിട്ടും. ദെൻ പിന്നീട് ലെസ് ചെയ്യേണ്ട ഐറ്റത്തിലേക്കാണ് പോകേണ്ടത്. സീഡഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം സീഡഡ് എപ്പോഴും ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. സീഡഡ് കണ്ടു കഴിഞ്ഞാൽ ലെസ് ചെയ്യാം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/4/2014 1/4/2014 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ആ ഓപ്പണിംഗ് ഡേറ്റിൽ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ഈ വർഷത്തതല്ല, തൊട്ട് മുന്നേയുള്ള വർഷത്തതാണ്. നമ്മൾ ലെസ് ചെയ്തിരിക്കണം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ
അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തതാണ് അല്ലേ. അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തതാണ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിരിക്കണം. അങ്ങനെ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 7,60,000 ആണ്. 7,60,000 നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എമൗണ്ട് എത്ര കിട്ടും? 58,70,000 രൂപ. ഈ 58,70,000 രൂപയാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൻ്റെ എമൗണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ടായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 58,70,000 ആണ്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഓരോ ഐറ്റംസും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൽ വന്നിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറയാം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഒരു എമൗണ്ട് കാണാം നിങ്ങൾക്ക് 15,000 രൂപ. നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. എന്താണ് ഈ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്? ഒരു ഇൻഷുർഡിന് കിട്ടേണ്ട ബോണസ് അത് നെക്സ്റ്റ് ഇയറിലെ പ്രീമിയമായിട്ട് മാറ്റിക്കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കുന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനി ആ ബോണസിനെ അടുത്ത വർഷത്തെ പ്രീമിയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പനിക്ക് പ്രീമിയം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബോണസ് പ്രീമിയമാക്കി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിലേക്ക് പ്രീമിയം ക്രെഡിറ്റഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഐറ്റം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഡയറക്റ്റ് പ്രീമിയം റിസീവ്ഡ് എന്ന് പറയുന്നത് ഇവിടെ മൊത്തം പ്രീമിയമാണ് 5 ലക്ഷം രൂപയാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ലെസ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എമൗണ്ട് ആയിട്ട് വരുന്നത് 5,80,500 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ വന്നിട്ടുണ്ട്. ആ ഐറ്റം ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. കാരണം നമ്മൾ ബോണസിൻ്റെ എമൗണ്ട് പ്രീമിയമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് ആ വർഷത്തെ പ്രീമിയമായിട്ട് ഇൻഷുർഡ് അടച്ചു കൊടുക്കില്ല. ആ ബോണസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ പിന്നീട് വരുന്ന അടുത്ത ഒരു ഐറ്റമാണ് പ്രീമിയം പോലെ തന്നെ നെക്സ്റ്റ് ഒരു ഐറ്റമാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ടേമാണ് ക്ലെയിം. ക്ലെയിംസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നേരത്തെ നമ്മൾ പ്രീമിയം പറഞ്ഞിരിക്കുന്നത് ഇൻകം ആണെങ്കിൽ ക്ലെയിം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. Claim means the amount payable by the insurance company to the insured for the loss suffered by the insured against which the insurance was made. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മളൊരു സബ്ജക്റ്റ് മാറ്റർ വെച്ചിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് മാറ്ററിന് ഉണ്ടാവുന്ന ലോസ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ എക്സ്പെൻസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലെയിമിനെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ നേരത്തെ നമ്മൾ പ്രീമിയം പഠിച്ചതുപോലെ തന്നെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ക്ലെയിം ഡെബിറ്റഡ് ഇൻ റവന്യൂ അക്കൗണ്ട് ഓൺ 31st March 2015. 31st March 2015 പ്രിപ്പയർ ചെയ്യുന്ന റവന്യൂ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഓഫ് ക്ലെയിം ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം മൊത്തം കൊടുത്തിരിക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത് 40 ലക്ഷമാണ്. നമുക്കതിൻ്റെ മുകളിലാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലെയിംസ് പെയ്ഡ് 40 ലക്ഷം. ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st April 2014. ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ ക്ലെയിം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് മുന്നേയുള്ള വർഷത്തതായിരിക്കും. ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. പിന്നീട് ക്ലെയിം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സീഡഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, ലെസ് ചെയ്തോളാം. സീഡഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലെസ് ചെയ്യുക. അപ്പോൾ ക്ലെയിം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. പിന്നീട് വരുന്നത് ക്ലെയിം ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ആക്സെപ്റ്റഡ് കണ്ടു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. ദെൻ പിന്നീട് പറയുന്നത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് ആക്സെപ്റ്റഡ്.
ക്ലെയിം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഏതാണ് ഡേറ്റ്? 31 മാർച്ച് 2015. അപ്പോൾ 31 മാർച്ച് 2015 ഒരു ക്ലെയിം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മളത് ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് റെഡിക്കും ആ വർഷത്തെ ക്ലെയിമാണ്, അത് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൂടെ ആ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് ആക്സെപ്റ്റഡ്. ക്ലെയിം ഉണ്ടായിട്ടുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 31 മാർച്ച് 2015 ആസ് യൂഷ്വൽ നമുക്ക് അതും കൂടെ എന്തായിട്ട് വരും? നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്. 5 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ ആഡ് ചെയ്യണം. പിന്നീട് ഈ ക്ലെയിം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് 50,000 രൂപ. ആ 50,000 രൂപയും മൊത്തം ക്ലെയിം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ആഡ് ലെസ്സും ചെയ്ത് നോക്കുക. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യുക, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 44 ലക്ഷം രൂപയാണ് ക്ലെയിം ഡെബിറ്റഡ് ഇൻ റവന്യൂ അക്കൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ. പിന്നെ തൊട്ട് താഴെ ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ആൻസർ കൂടെ ഞാനിവിടെ കാണിക്കാം. നിങ്ങൾ അതേ ആൻസർ തന്നെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. പിന്നീട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് പേയബിൾ ബൈ ഇൻഷുറൻസ് കമ്പനി ടു ദ പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണസ് എന്ന് പറയുന്നത്. ബോണസിനെ മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ക്യാഷ് ബോണസ് ആണ്. ഇറ്റ് ഈസ് എ ബോണസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു പോളിസി ഹോൾഡേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇറ്റ്സ് ഡിക്ലറേഷൻ. ഒരു ബോണസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ബോണസ് എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തത് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയമാണ്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് ആക്ച്വലി ബോണസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കാതെ നെക്സ്റ്റ് ഇയർ പ്രീമിയത്തിലേക്ക് അല്ലെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ പോളിസി ഹോൾഡേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കുന്നില്ല. പകരം അടുത്ത വർഷം അവർ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ നിന്നും ആ ബോണസ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി കൊടുത്തിട്ടുണ്ട്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് അപ്റ്റർ ടു പ്രീമിയം അക്കൗണ്ട്. ദെൻ പിന്നീട് പറയുന്നത് റിവേഴ്ഷണറി ബോണസ് ആണ്. റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ടൈമിൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ സം അഷ്വേർഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ബോണസുകളെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആഡഡ് ടു ദ പോളിസി എമൗണ്ട് ആൻഡ് ഈസ് പെയ്ഡ് അലോങ് വിത്ത് ദ പോളിസി എമൗണ്ട് ഓൺ ദ ഡെത്ത് ഓർ മെച്യൂരിറ്റി. ആ ഒരു പോളിസിയുടെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനിടയ്ക്ക് വെച്ച് അയാൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ബോണസിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ദസ് ദ ബോണസ് ഈസ് പെയ്ഡ് അറ്റ് ദ എക്സ്പയറി ഓഫ് ദ പോളിസി എലോങ് വിത്ത് ദ പോളിസി എമൗണ്ട് ഈസ് കോൾഡ് റിവേഴ്ഷണറി ബോണസ്. ഓക്കെ. ഈ 3 ടൈപ്പിലുള്ള ബോണസുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നീട് വരുന്ന അടുത്തൊരു ടേമാണ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്തൊരു ടേമാണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ്. This is a lump sum amount received by the insurance company in the beginning as consideration for payment of annuities. It is shown in revenue account under the head other income. ഇതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻകം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത് ഇതൊരു ലംസം എമൗണ്ട് ആണ്. ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ബിഗിനിങ്ങിൽ കിട്ടുന്ന ഒരു ലംസം എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക? കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് എന്ന് പറയാം. ഈ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡിൽ നിന്നാണ് ഓരോ വർഷവും ആനുറ്റീസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ തൊട്ട് താഴെ ആനുറ്റി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ആനുവൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുവേർഡ്. ഇൻഷുവേർഡിന് എല്ലാ വർഷവും കൊടുക്കുന്ന ആനുവൽ പേയ്മെൻറ്റിനെയാണ് നമ്മൾ ആനുറ്റി എന്ന് പറയുക. ഔട്ട് ഓഫ് ദ ലംസം റിസീവ്ഡ് ഇൻ ദ ബിഗിനിങ്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലംസമായിട്ടൊരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ ആ ലംസം റിസീവ്ഡിൽ നിന്നും ഓരോ വർഷവും ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കൊടുക്കുന്ന എമൗണ്ട് ആനുറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്.
നേരത്തെയൊക്കെ നമ്മൾ പ്രീമിയത്തിൻ്റെയും ക്ലെയിമിൻ്റെയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി റീ ഇൻഷൂർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അതേപോലെയാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ റീ ഇൻഷൂർ ചെയ്യുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്ന കമ്മീഷനെയാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 6 മാർക്കിൻ്റെ പ്രോബ്ലം പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട്. ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. ലൈഫ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ എക്സസ് ഓഫ് ദ റവന്യൂ റിസീവ്സ് ഓവർ ദ റവന്യൂ പേയ്മെൻറ്റ്സ്. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവുന്ന റവന്യൂ പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയാവുന്ന എമൗണ്ടാണ് നമ്മൾ ലൈഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇറ്റ് ഈസ് അക്യുമുലേറ്റഡ് ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 സ്റ്റെപ്സുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ലൈഫ് ഫണ്ട് വെച്ചിട്ടാണ്. ഓരോ വർഷവും നമ്മൾ ഇത് അക്യുമുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ലൈഫ് ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ആഡ് റവന്യൂ റെസീപ്റ്റ്സ്, എല്ലാ റവന്യൂ റെസീപ്റ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയും ദെൻ ഡിഡക്റ്റ് റവന്യൂ പേയ്മെൻറ്റ്സ്, ആ വർഷം ഉണ്ടാകുന്ന റവന്യൂ പേയ്മെൻറ്റ്സുകളൊക്കെ ലെസ് ചെയ്യുകയും വേണം. അങ്ങനെ കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മളെന്ത് പറയുക, ലൈഫ് ഫണ്ട്. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ റവന്യൂ അക്കൗണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഷോസ് എ ഫണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് 31/3/2026 ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കുള്ള ലൈഫ് ഫണ്ടാണ് കൊടുത്തിരിക്കുന്നത്. 62,21,310 താഴെ 5 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ലൈഫ് ഫണ്ട്. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കണം ലൈഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റവന്യൂ റെസീപ്റ്റുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതൊക്കെയാണോ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന റവന്യൂ റെസീപ്റ്റ്സ് അതൊക്കെ ആ ഓപ്പണിംഗ് ലൈഫ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും റവന്യൂ പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കറക്റ്റ് ലൈഫ് ഫണ്ട് കിട്ടും. ഇതിൽ ഒന്നാമത്തെ ഐറ്റം ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ്. എന്താണ് ഈ ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ കമ്പനി എവിടെയോ റീ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ആ റീ ഇൻഷൂർ ചെയ്തപ്പോൾ അയാൾ ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തായിട്ടുണ്ടാവും, മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടുണ്ടാവാം. അങ്ങനെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് മറ്റേതോ ഒരു കമ്പനിയിൽ നിന്നും ക്ലെയിം കിട്ടിയിട്ടുണ്ട്, കാരണം നമ്മളത് റീ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലെയിംസ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതൊരു റവന്യൂ റെസീപ്റ്റാണ്. മറ്റൊരു കമ്പനിയിൽ നിന്നും നമ്മൾ റീ ഇൻഷൂർ ചെയ്തത് കൊണ്ട് കിട്ടുന്ന ഒരു ഇൻകമായിട്ട്, റെസീപ്റ്റായിട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യണം. പിന്നീട് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആണ്. ഇതിൽ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കറക്റ്റ് ലൈഫ് ഫണ്ട് കാണുന്ന സമയത്ത് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഐറ്റം ആഡ് ചെയ്യുകയും വേണം, ലെസ് ചെയ്യുകയും വേണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബോണസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ പേയ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ദെൻ പ്രീമിയം എന്ന് പറയുന്നത് ഒരു റവന്യൂ റെസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കുന്നതിന് പകരം ബോണസ് നമ്മൾ മാറ്റി വെച്ചതാണ്. ആ ബോണസ് ഉപയോഗിച്ച് നെക്സ്റ്റ് ഇയർ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ബിസിനസ് ബോണസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബോണസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇയറിലെ പ്രീമിയം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രീമിയം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 ഐറ്റം വരും. ഒന്ന് റവന്യൂ പേയ്മെൻ്റ് ആണ്, ഒന്ന് റവന്യൂ റെസീപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഐറ്റം ആഡും ചെയ്യണം, ലെസ്സും ചെയ്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ദെൻ പിന്നീട് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. നമ്മൾ എവിടെയോ സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അതും എന്താണ്, ഒരു റവന്യൂ റെസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആണ്.
ഈ വർഷം ഇനിയും പ്രീമിയം കിട്ടാനുണ്ട്, അതും നമ്മുടെ ഇൻകമാണ്, റെസീപ്റ്റാണ് ആഡ് ചെയ്യേണ്ടതാണ്. ദെൻ പിന്നീട് ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ക്ലെയിം ഉണ്ടായിട്ടുണ്ട്, ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പെയ്ഡ് ചെയ്തിട്ടില്ല. അതൊരു പേയ്മെൻ്റ് ആണ്, റവന്യൂ പേയ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. ഒരു ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ട എമൗണ്ട് ആണ് ക്ലെയിം എന്ന് പറയുന്നത്. ആ ക്ലെയിം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആഡും ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് കറക്റ്റ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് ഒന്ന് പോകാൻ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, ഓപ്പണിങ്ങിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് റവന്യൂ റെസീപ്റ്റുകളാണ്. ക്ലെയിംസ് മറ്റേതോ ഒരു ഇൻഷുറൻസ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്ലെയിംസ് കിട്ടിയിട്ടുണ്ട്, കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ് ഇൻകമാണ്. ബോണസ് യൂട്ടിലൈസ്ഡ് റിഡക്ഷൻ ഓഫ് പ്രീമിയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആഡും ലെസ്സും ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, കിട്ടും, അതൊരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയും പ്രീമിയം അടക്കാൻ ബാക്കിയുണ്ട്, അതും ഒരു ഇൻകമാണ്. ദെൻ ലെസ് ചെയ്യേണ്ട ഐറ്റം ബോണസ് യൂട്ടിലൈസ്ഡ് റിഡക്ഷൻ ഓഫ് പ്രീമിയം, ക്ലൈം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ഈ രണ്ട് ഐറ്റംസും ലെസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അല്ലെങ്കിൽ അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 62,20,480 അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് വന്നേക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓപ്പണിംഗ് ലൈഫ് ഫണ്ടിൻ്റെ കൂടെ റവന്യൂ റെസീപ്റ്റൊക്കെ നിങ്ങൾക്ക് ഇൻകമായിട്ട് തോന്നുന്നതൊക്കെ ആഡ് ചെയ്യുകയും ദെൻ എക്സ്പെൻസ് ആയിട്ട് തോന്നുന്ന ഐറ്റംസ് റവന്യൂ പേയ്മെൻറ്റ്സ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അല്ലെങ്കിൽ അഷുറൻസ് ഫണ്ട്. ഓക്കെ, ഇതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എക്സാമ്പിൾ 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ദെൻ ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടായിട്ട് 14,25,200 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്ലെയിം, പ്രീമിയം, അതുപോലെ ലൈഫ് അഷുറൻസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസും ക്ലെയിം ആയിക്കോട്ടെ, പ്രീമിയം ആയിക്കോട്ടെ, ദെൻ ലൈഫ് അഷുറൻസ് ഫണ്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ 6 മാർക്കിന് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.